ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മെയ് 17 വിശുദ്ധ പാസ്കൽ ബെയ്ലോണിൻ്റെ തിരുനാൾ. സ്പെയിനിൽ അരഗോണിൽ ഹോർമോസൈനിൽ 1540 പെന്തക്കൂസ്ത തിരുനാൾ ദിവസം പാസ്കൽ ജനിച്ചു. സ്പാനിഷ് ഭാഷയിൽ പെന്തക്കൂസ്ത തിരുനാൾ പരിശുദ്ധാത്മാവിൻ്റെ പാസ്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് പാസ്കൽ എന്ന പേര് കുഞ്ഞിന് നൽകി. ഭക്തരായ മാതാപിതാക്കൾ ശിശുവിനെ ആദ്യം പഠിപ്പിച്ച വാക്കുകൾ ഈശോ, മറിയം, യൗസേപ്പെ എന്നായിരുന്നു. അമ്മ കുഞ്ഞിനെ ആദ്യം പള്ളിയിലേക്ക് കൊണ്ടുപോയ ദിവസം മുഴുവൻ സമയവും കുഞ്ഞ് സക്രാരിയിലേക്ക് നോക്കിയാണ് ഇരുന്നത്. 8 വയസ്സ് മുതൽ പിതാവിൻ്റെ ആടിനെ മേയ്ക്കാൻ തുടങ്ങിയ അവൻ്റെ വടിയുടെ പിടിയിൽ ദൈവമാതാവിൻ്റെ ഒരു സ്വരൂപം കൊത്തിയിരുന്നു. ആടുകളെ മേയ്ക്കുമ്പോൾ അവൻ്റെ ചിന്ത മുഴുവൻ ഇടവക ദേവാലയത്തിലെ സക്രാരിയിലായിരുന്നു. ആടുകൾ മേച്ചിൽ സ്ഥലത്ത് എത്തിയാൽ ഉടനെ വടി ഒരു സ്ഥലത്ത് കുത്തി നിർത്തും. പിന്നീട് അത് അവൻ്റെ കൊച്ചു പള്ളിയായി. ദിവസം തോറും പാസ്കൽ വിശുദ്ധ കുർബാന കണ്ടിരുന്നു. ഒരിക്കൽ അവൻ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്കുള്ള മണിനാദം കേട്ടു. അപ്പോൾ അവൻ തീവ്രമായ ഭക്തിയോടെ അപേക്ഷിച്ചു, കർത്താവേ, ഞാൻ അങ്ങയെ കാണട്ടെ. ഉടനെ ഒരു പ്രകാശം വീശുന്നതും ഒരു സ്വർണ്ണ കാസയുടെ മേൽ തിരുവോസ്തി ഉയർന്നു നിൽക്കുന്നതും പാസ്കൽ ദർശിച്ചു. ഈ ദൃശ്യ അനുഭവങ്ങൾ പാസ്കലിനെ ഫ്രാൻസിസ്കൻ സന്യാസത്തിലേക്ക് ആനയിച്ചു. ആശ്രമശ്രേഷ്ഠൻ ഇങ്ങനെ ഒരിക്കൽ പ്രസ്താവിച്ചു, അദ്ദേഹം മറ്റുള്ളവരോട് ഇത്ര മധുരമായി പെരുമാറുകയും തന്നോട് തന്നെ എത്രയും കഠിനമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെ ഇന്നോളം ഞാൻ കണ്ടിട്ടില്ല. പാസ്കൽ ഫ്രാൻസ് സന്ദർശിച്ചപ്പോൾ കാൽവിനിസ്റ്റുകൾ വിശുദ്ധ കുർബാനയോട് കാട്ടിയ അനാദരവ് മനസ്സിലാക്കി ഫ്രാൻസിൽ നിന്ന് മടങ്ങി വന്ന ശേഷം ദിവ്യകാരുണ്യ ഭക്തി ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. 1592 പെന്തക്കൂസ്ത ദിവസം ആശ്രമത്തിലെ പ്രധാന ദിവ്യപൂജയുടെ സമയത്ത് തിരുവോസ്തി ഉയർത്തിയ വേളയിൽ ആ ദിവ്യബലിയോട് ചേർന്ന് പാസ്കലിൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് ഉയർന്നു. 1690 അലക്സാണ്ടർ 8-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് വിളിച്ചു. വിശുദ്ധ പാസ്കൽ ബെയ്ലോണെ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ
കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.